ഇന്നൊരു റെയിനി ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ എങ്ങനെ പോകണമെന്നാവും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. ഞങ്ങൾ ഇന്ന് ഡോക്ടറെ അടുത്ത് പോകാൻ കേട്ടോ. എല്ലാവർക്കും ഡോക്ടറെ കാണിക്കാനില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ട മുതലില്ലേ, ആ മുതലിനെ ഞങ്ങൾക്ക് പല്ല് ഡോക്ടർ ഒന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ അവളുടെ അച്ഛൻ ഞങ്ങൾ രാവിലെ തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത് നന്നായിട്ടൊന്ന് പല്ലച്ചാൽ മതി എന്നാണ്. പക്ഷേ അതൊന്നും തയ്ച്ചിട്ട് കാര്യമില്ല ദിവസം. ഞങ്ങൾ എന്തായാലും പല്ല് ഡോക്ടറെ അടുത്ത് പോകാൻ വെച്ചു. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരാളെ ഡോക്ടറെ കാണിക്കാൻ എന്തിനാ ഇത്ര അധികം പേര് നിങ്ങൾ പോകണമെന്ന് വിചാരിക്കും. ഒന്നുമില്ല ഗൈസ്, ഞങ്ങൾ ചുമ്മാ റൂട്ടിലൊക്കെ ഒന്ന് കറങ്ങി നടന്ന് തൃശ്ശൂരൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾ കണ്ട ആൾക്കാരുണ്ടല്ലോ, അവർ നമ്മൾ അങ്കമാലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അവരെ നമ്മൾ തൃശ്ശൂർ ടൗണൊക്കെ ഒന്ന് കാണിക്കാൻ വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ ഞങ്ങളുടെ കയ്യിലുള്ളത് ആകെ കൂടുതൽ കൂടെയാണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഓട്ടോറിക്ഷയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുണ്ടല്ലോ ഒരു ആശ്വാസത്തിന് ഓട്ടോയിൽ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ അവരെ കാണിച്ചു കൊടുത്തുട്ടാ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഏതാണ്ടൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ എങ്ങനെ ഹസ്ബൻഡിനെ പറ്റിക്കാന്നുള്ള ഒരു ചർച്ചയിലായിരുന്നു കേട്ടോ. ചേച്ചി ഡോക്ടറുടെ ചീട്ടൊക്കെ കൈ പിടിച്ചിട്ട് ഭയങ്കര ചർച്ചയിലായിരുന്നു. ഇതിൽ എന്തൊക്കെ അഴിമതി നടത്തുന്നുള്ള ചിന്തയിലായിരുന്നു ചേച്ചി. അത് കഴിഞ്ഞിട്ട് കഴിച്ചാൽ നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ സെൻറ് തോമസ് റോഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു കസിൻ എക്സാം എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ഇവരുടെ ചിറ്റ. അപ്പോൾ എക്സാം എഴുതുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇവർക്കൊന്ന് കാണിച്ചു കൊടുത്ത് ആ സെൻറ് തോമസിൻ്റെ ആ വഴിക്ക് ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് കഴിച്ച് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെന്ന് ഞങ്ങൾ അവിടെ ചെന്ന വഴിക്ക് തന്നെ അവിടുത്തെ റിസപ്ഷനിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ എനിച്ചിരുന്നത് ഇന്ന് ചാകര എന്നുള്ള രീതിയിലാണ് അവർ എനിക്ക് വന്ന് നോക്കിയത്. ഇത്രയും അധികം പേർക്ക് പല്ല് ഡോക്ടർക്ക് കാണിക്കാനുണ്ടോ അങ്ങനെ ഒരു രീതിയിലാണ് ഞങ്ങൾക്ക് നോക്കിയത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഒരാൾക്ക് മാത്രം ബുക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖമൊക്കെ പോയിട്ടാ. ഒരാളെ കാണിക്കാനാണ് ഇത്ര അധികം പേര് വന്നതെന്നുള്ള ചിന്ത അവർക്കും വന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഒരു എന്താ പറയുക ഉച്ചയ്ക്ക് ആവാറായപ്പോഴാണ് അവർ നമ്മുടെ ഡോക്ടറെ കാണിച്ചത്. 10:30 നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ നമ്മുടെ സ്കാൻ ചെയ്യാൻ പറഞ്ഞ് കുറേ നേരം അവിടെ പോസ്റ്റ് ആയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്ന് കുറേ നേരം കിടന്ന് നടന്ന് അങ്ങനെ ലാസ്റ്റ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറയുകയാണേ ഇവിടെ എല്ലാം ശരിക്കും കാണിക്കണേ, ആളുടെ മകൻ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി കാണിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറ്റിയും പറിച്ച് ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഒരു ഓട്ടോ കയറിയിട്ട് അങ്ങനെ മകൻ്റെ അടുത്ത് വന്നു കേട്ടോ. അങ്ങനെ അവിടെ വന്ന് പിന്നെ ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് 1 മണിക്കൂർ ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞ് അവിടെ ഇരുന്നു ഗൈസ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടത്തേയും കഴിഞ്ഞ് പിന്നെ ഒരു ഓട്ടോ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. പിന്നെ അവിടെ പറയണ്ട ഒടുക്കത്തെ തിരക്ക്, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് കേട്ടോ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ തോമസ് എങ്കാസിയിൽ വന്നിട്ട് കുറേ നേരം ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഫുഡ് അന്നദാനം കൊടുക്കുമ്പോൾ ബാക്കിൽ നിന്ന് വരി പിടിച്ച് നമ്മൾ നിൽക്കില്ലേ, അതുപോലെ ഞങ്ങൾ നിൽക്കാനായിട്ട് ലാസ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു എൻറ്റ് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത് ബാക്കി ഫുഡ് വന്നത്. അങ്ങനെ അതൊക്കെ വന്നപ്പോഴേക്കും ഞങ്ങളുടെ വിശപ്പൊക്കെ സത്യം പറഞ്ഞാൽ വയറ്റിൽ കിടന്നിട്ട് തന്നെ ചത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കിട്ടിയ ഭക്ഷണത്തിൽ നിന്ന് എല്ലാത്തിനും കുറച്ച് ടേസ്റ്റൊക്കെ ചെയ്ത് ബാക്കിയുള്ളതൊക്കെ പൊതിഞ്ഞ് കെട്ടി വീട്ടിൽ കൊണ്ടുവന്നു. ഫുഡ് ഓർഡർ ചെയ്ത സമയത്ത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാലൻസ് വന്നാൽ നമുക്ക് പാഴ്സൽ ചെയ്യാൻ പറ്റില്ലേന്ന്. അപ്പോൾ അയാളുടെ കഷ്ടകാലം വെച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാഴ്സൽ ചെയ്യാലോ അതിനെന്താണെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഉണ്ടല്ലോ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാത്തിലും കുറേശ്ശെ ബാക്കിയുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എന്തൊക്കെയാണോ അതിലെല്ലാത്തിലും ബാക്കി വന്നിട്ട് അങ്ങനെ ലാസ്റ്റ് അതെല്ലാം പാഴ്സൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അയാൾ ഞങ്ങളൊരു നോട്ടൊക്കെ നോക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ പാഴ്സലും വാങ്ങാൻ വേണ്ടിയിട്ട് കൈയൊക്കെ വാഷ് ചെയ്ത് പാഴ്സലും വാങ്ങി അങ്ങനെ അവിടുത്തെ ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് വീണ്ടും ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നുണ്ടല്ലോ തൃശ്ശൂർ ടൗണിലുള്ള ഓട്ടോറിക്ഷക്കാർക്കൊക്കെ നല്ല കോളായി. ഞങ്ങളുണ്ടല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര പ്ലാനായിരുന്നു കേട്ടോ. ഗോൾഡൻ മാർക്കറ്റ് പോകണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, തൃശ്ശൂർ ഫുൾ എക്സ്പ്ലോർ ചെയ്യണം, അതുപോലെ ആകാശപാത കയറണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ എവിടേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്യില്ല, പക്ഷേ അതുപോലെ ഒന്നല്ലാട്ട് നടന്നത്. ഞങ്ങൾ പ്ലാൻ ചെയ്തത് എന്തോ അതിന് നേരെ വിപരീതമായിട്ടായിരുന്നു നടന്നത്. ഇതുണ്ടല്ലോ ഞങ്ങൾ കൈ വാഷ് ചെയ്യാൻ പോയി നേരത്തെ അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പകുതി വീഡിയോ ഒക്കെ ഞങ്ങൾ എടുക്കാൻ മറന്നുപോയി. എന്നാൽ ഞങ്ങൾക്ക് പരമാവധി എടുക്കാൻ പറ്റുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. തോമസ് എങ്കാസിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറി കൂടെ കൈ കഴുകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫുഡ് കഴിക്കാൻ വരെ ഞങ്ങൾ പുറത്തുനിന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. അതുപോലത്തെ തിരക്കായിരുന്നു. പിന്നെ കൈ കഴുകത്ത് വലിയ തിരക്കില്ലാത്ത കാരണം പിന്നെ കൈ ഉള്ളിൽ കയറേണ്ടെങ്കിൽ കാരണം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ടാണ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ പുറത്തിറങ്ങി കുറച്ച് നേരം മീനൊക്കെ വായി നോക്കി ഇങ്ങനെ നിന്നു കേട്ടോ. കാരണം ഓട്ടോ വരെയുള്ള ടൈം നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം മീനൊക്കെ കണ്ട് ഒരു കുടയും 5 ആളും കൂടിയിട്ട് വന്ന കാരണം പിന്നെ തീരെ ഞങ്ങൾക്ക് മഴയും കൊള്ളേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരു കുടയിൽ ഞങ്ങൾ 5 പേര് ഒതുങ്ങി നിന്ന് അങ്ങനെയൊക്കെ കുറേ നേരം ഞങ്ങൾ അവിടെ പുറത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. തോമസ് എങ്കാസിൻ്റെ മുന്നിൽ കിടന്നിട്ട് വെപ്രാളം കാണിക്കാനായിട്ട്. പിന്നെ അവരെന്തെങ്കിലും പറഞ്ഞാലെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി റൂട്ടിക്ക് വന്നു കേട്ടോ. ഓട്ടോ കാണാൻ വേണ്ടിയിട്ട് ഓട്ടോക്കാരൻ വരുന്നുണ്ടോ എത്താറായെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ റൂട്ടിക്ക് വന്നു. ഒട്ടും തിരക്കില്ലാത്ത 5 പേരാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ വായിലിട്ട് ചവയ്ക്കുന്നുണ്ടല്ലോ, അത് ഞങ്ങൾ അവിടെ നിന്ന് കിട്ടിയ തോമസ് എങ്കാസിൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത മറ്റേ പെരിഞ്ചീരം പോലത്തെ സംഭവമാണ് ഞാൻ വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഷോൾഡറിലൊക്കത്തിരിക്കുന്നത് എൻ്റെ കൊച്ചൊന്നല്ല കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് പൊതിഞ്ഞ് കെട്ടി വാങ്ങിച്ച് ഞങ്ങളുടെ ബാലൻസ് ഫുഡ് ആയിരുന്നു ഞങ്ങൾക്ക് വീട്ടിൽ ഫുഡ് കഴിക്കുന്നത്. അതിന് വേണ്ടി ഞങ്ങൾ പൊതിഞ്ഞ് കെട്ടി വാങ്ങിച്ചതാണ്. ഇതെന്താണെന്നറിയോ, മിൽക്ക് ബാങ്കാണ് കേട്ടോ. അതിൽ ATM പൈസ ഇടുന്ന പോലെ പൈസ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു കുപ്പി വെച്ച് കഴിഞ്ഞാൽ അതിൽ പാല് വരുന്നതാണ് പറയണത്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ മുതലെത്തിയിട്ട് ഓട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറിയിരുന്ന് പിന്നെ ഓട്ടോയിൽ ഇരുന്നിട്ട് കുറേ നേരം ഞങ്ങൾ കത്തി വെച്ചിട്ട് അങ്ങനെ കത്തി വെച്ച് ഗൈസ് ഞങ്ങൾ വീടെത്തിയതേ അറിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ വീടെത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ലൈക്ക് ചെയ്യാത്തുള്ളൂ.